കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നീറ്റ് പരീക്ഷാ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കി എന്നുള്ളത് നമുക്ക് ഇന്നലത്തെ മോദിയുടെ ട്വീറ്റ് കൊണ്ട് മനസ്സിലാകുന്നത്. പക്ഷേ മോദി ഈ സമരത്തെ എങ്ങനെയാണ് അതിനെതിരെയുള്ള നിലപാട്, അതായത് ആ സമരത്തെ എങ്ങനെയാണ് ഇല്ലാതെയാക്കാൻ ശ്രമിച്ചതെന്നു കൂടി നമ്മൾ കാണുകയുണ്ടായി. ഈ നിലപാട് അക്ഷരാർത്ഥത്തിൽ ഒരു കേന്ദ്ര ഭരണകൂടത്തിന് ചേർന്നതല്ലല്ലോ. ഒട്ടുമല്ല. ഒട്ടുമല്ല എന്നുള്ളത് മാത്രമല്ല, യഥാർത്ഥത്തില് ഇത് ഒരു ജൻസികളാണ്, വളരെ ചെറിയ കുട്ടികളാണ്. ആ കുട്ടികൾ ഏതാണ്ട് 35 വയസ്സിൽ താഴെയുള്ളതാണ്. നമ്മുടെ 65% വരുന്ന ജനസംഖ്യയുടെ 65% വരുന്ന ആളുകൾ, ഏതായാലും 90 കോടിയോളം ആളുകൾ വരും. 50%-ഓളം ആളുകൾ, അതായത് 70 കോടിയോളം ആളുകൾ 25 വയസ്സിൽ താഴെയുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ വളരെ യങ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെയുള്ള ആളുകളെ, ബാക്കിയുള്ള ആരെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ ഇൻകം ടാക്സിനെ വിട്ടിട്ടോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വിട്ടോ ഒക്കെ പേടിപ്പിക്കാം. പക്ഷെ 17, 18, 19, 20 വയസ്സുള്ള പിള്ളേരെ എന്തുവിട്ട് പേടിപ്പിക്കും? അപ്പൊ അങ്ങനെ പേടിപ്പിക്കാനൊന്നും കഴിയില്ല. ഗവൺമെന്റ് രണ്ടാമത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, ഇവര് മറ്റേ പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളാണ് ഇവരുടെ ഫോളോവേഴ്സ് എന്ന് ആദ്യം പറഞ്ഞു. അതിനുശേഷം ഇവര് രാജ്യദ്രോഹികളാണ് എന്നുള്ളത് ചേർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ചില മുസ്ലിം ഇസ്ലാം ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഇതൊരു മുസ്ലിം പരിപ്രേക്ഷ്യം ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിച്ചിരുന്നു. ഇതെല്ലാറ്റിനും ഒടുവിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താ, ഒരു സ്ത്രീയെ ബാക്കിൽ നിന്ന് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു ലൈംഗികമായ ആക്രമണം എന്ന് പറയാവുന്ന രീതിയിൽ അവിടെ പോകാൻ പറ്റില്ല, തിരിച്ചു കടന്നു എന്ന് പറയുമ്പോൾ കുത്തുകയാണ്. കൂടാതെ അവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ആ സന്ദീപ് ലാംബ, അയാൾ ശരിക്കും പറഞ്ഞ ഒരാളുടെ കർണക്കുറ്റിട്ട് അടിക്കുകയാണ് ചെയ്യണത്. അപ്പൊ ഇതുപോലെ, അതുകൂടാതെ നേരത്തെ തന്നെ ഇതുപോലെ മോളിൽ കയറിയിട്ടുള്ള ഏതോ കുട്ടികളെ ഇയാളെ വലിച്ച് താഴേക്കിടാൻ ശ്രമിക്കുന്ന കാര്യമുണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെ തന്നെ ഗവൺമെന്റ് അനുമതി കൊടുത്തില്ലെങ്കിൽ ഒരു പോലീസും ഇതുപോലെ പെരുമാറില്ല. ഇതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തേത്, ഇത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്ന പോലീസ് മാത്രമല്ല, ഇതിന്റെ ഒപ്പം ഗുണ്ടകളും കൂടി ചേർന്നുണ്ട്. താടി വളർത്തിയിട്ടുള്ള, മീശ വളർത്തിയിട്ടുള്ള സാധാരണ പോലീസിന് നമുക്ക് ഔട്ട്ഫിറ്റിൽ സ്വീകാര്യമല്ലാത്ത ആളുകളൊക്കെ തന്നെ ഇവരെ വരികയും കടന്നാക്രമിക്കുകയും ബാറ്റൻ കൊണ്ട് അടിക്കുകയും അതിൽ തന്നെ ആണി തറച്ചിട്ടുള്ള വടികൾ കൊണ്ട് അടിക്കുകയും ഷോക്കടിപ്പിക്കുന്ന വടികൾ കൊണ്ട് അടിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവരെന്താ വിചാരിച്ചത്, ഈ പറയുന്ന ഈ സമരം ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളൊക്കെ പേടിച്ചു കൊടുക്കുന്നു? സത്യത്തില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആദ്യമേ തന്നെ അഭിജിത് ദീപ് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കേന്ദ്ര ഗവൺമെന്റ് അതിന് അനുമതി കൊടുക്കുകയും അതിന് പ്രശ്നമുണ്ടാകാതിരിക്കുകയും ചെയ്തുകൊണ്ടാണ് അവിടെ 1000-2000-ഓളം ആളുകൾ മാത്രമായി അത് ഒതുങ്ങിപ്പോയത്. രണ്ടാമത്തെ തവണ ഇവർ മാക്സിമം പ്രതീക്ഷിച്ചത് 5000 പേരാണ്, പക്ഷെ വന്നത് 12,000-ലധികം പേരാണ്. ചില ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ, ഇപ്പൊ ഞാൻ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ 17-18ഓളം വരുന്ന റിപ്പോർട്ടർമാർ അവിടെ ഡൽഹിയിലുണ്ടായിരുന്നു. ആ ഡൽഹിയിലുള്ള റിപ്പോർട്ടർമാരോട് ചിലരോടൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ ഒരു 60,000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. പിന്നെ ഇങ്ങനെ നിങ്ങൾ മൃഗീയമായി വളരെ മോശപ്പെട്ട രീതിയിൽ ഇത് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും പ്രക്ഷോഭം ഈ ലോകത്ത് അങ്ങനെ ഇല്ലാതായി പോയിട്ടുണ്ട ഈ അടിയെ പേടിച്ച്? ഇല്ലാതായി പോയിണ്ട. പകരം എന്ത് പറ്റി? പകരം ഇതിനെ ഈ പറയുന്ന പോലെ അപലപിക്കുന്ന ആളുകളുടെ നമ്പർ കൂടി, ഇല്ലേ? ഇപ്പൊ മോഹൻലാലിന്റെ മകൾ വിസ്മയാണെങ്കിലും, ഇപ്പൊ അതൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല, പക്ഷെ മോഹൻലാലിന്റെ മകൾ വിസ്മയാണെങ്കിലും, അതല്ലെങ്കിൽ ഇപ്പൊ കൃഷ്ണകുമാറിന്റെ മകൾ പോലും, അത്തരത്തിലുള്ള ആളുകൾ, ഞാൻ പറഞ്ഞ അവരൊന്നും വലിയ ആളുകളൊന്നും ആയിട്ടല്ല, പക്ഷെ അത്തരത്തിലുള്ള ആളുകൾക്ക് പോലും ഇതിനോട് അനുകൂലിക്കാൻ കഴിയാത്ത കാര്യത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങേയറ്റത്തെ ജനപിന്തുണ അവർക്ക് കൂടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യദ്രോഹികളാണ്, പുറത്തുനിന്നുള്ള ആളുകളുണ്ട്, സോനം വാങ്ചൂക്കിന്റെ പുറകിൽ ആളുണ്ട്, അയാൾക്ക് വലിയ പണം കിട്ടിയിട്ടുണ്ട്. സോനം വാങ്ചൂക്ക് എന്ന് പറയുന്നത് ഒരു വിദേശ വനിതയെ കല്യാണം കഴിച്ചു. അദ്ദേഹം NIT നിന്ന് പഠിച്ചിറങ്ങിയ എഞ്ചിനീയറാണ്. അപ്പൊ അതിനുശേഷം ഒരു വിദേശ വനിതയെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് വലിയ അവാർഡുകൾ കിട്ടിയത്, വലിയ ഉയർച്ച ഉണ്ടായതെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ 23 കുട്ടികൾ ആത്മഹത്യ ചെയ്തല്ലോ, 22 കുട്ടികൾ. അവരുടെ കാര്യം എന്ത് പറയുന്നു? അവരുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് എന്താ നടപടി എടുക്കാത്തത്? ഇപ്പൊ എന്താ മറ്റേ പാതിരാത്രി ഇട്ട് താങ്കൾ പറഞ്ഞ എക്സ്പോസ്റ്റ് മാത്രമല്ല, ഇന്നലെ പാതിരാത്രി നരേന്ദ്രമോദി വന്നൊരു വീഡിയോ സന്ദേശം പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. മനസ്സിലായ? ഇവിടെ യുവജനങ്ങൾ മറ്റേ വലിയ കാര്യമാണ്. യുവജനങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അവഗണിച്ച് നിർത്താൻ പറ്റില്ല. അവർക്ക് വേണ്ടി നീതി നടപ്പാക്കും, അതുപോലെ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ നടപ്പാക്കും. ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതികളൊന്നും നേരത്തെ ഉണ്ടായില്ലല്ലോ ഈ സമരം പറഞ്ഞതിന് മുമ്പ്. ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഇതങ്ങനെ എളുപ്പത്തിൽ എന്ത് ചെയ്യും, അസ്തമിച്ചു പോകും ഈ സമരം, നിങ്ങളുടെ ഭീഷണിപ്പെടുത്തലാണെങ്കിൽ ഇത് അസ്തമിച്ചു പോകും നിങ്ങളൊക്കെ വിചാരിച്ചോ? പിന്നെ ഇതിന്റെ പിന്നിൽ ഞാൻ പറയുന്നത് CJP മാത്രമാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? അല്ലല്ലോ. ഐസ എന്ന് പറയുന്ന പഴയ നക്സലൈറ്റുകളുടെയൊക്കെ സംഘടനയായിട്ടുള്ള ഐസ ഉണ്ട്. കൂടാതെ ഏറ്റവും വലിയ സംഘടന ഉണ്ടിട്ടില്ല, SFI എന്ന് പറയുന്ന സംഘടനയുണ്ട്.
SFI യുടെ മലയാളിയായിട്ടുള്ള പ്രസിഡന്റ് തന്നെ അവിടെ നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് ഒരൊറ്റ സുപ്രഭാതത്തിൽ ഇതങ്ങോട്ട് അവസാനിച്ചു പോകുമെന്ന് വിചാരിച്ചോ നിങ്ങൾ? നിങ്ങൾ ഏത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്? സത്യത്തില് എന്തൊരു മണ്ടന്മാരാണ് ഇവരെന്ന് ഞാൻ വിചാരിക്കണം. ആദ്യമേ തന്നെ അവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും അവരോട് വളരെ കോടിയിലായി സംസാരിക്കുകയും ആ ധർമ്മേന്ദ്ര പ്രധാനെ തൽക്കാലത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന മാറ്റാത്തതിന്റെ പിന്നിൽ ഒരു വലിയ കാര്യമുണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പൊ ഇതിൽ പറഞ്ഞ ഡീറ്റെയിൽസ് ആയിട്ടേ ഉള്ളൂ. ഇപ്പൊ പോകത്തോട്ട് ധർമ്മേന്ദ്ര പ്രധാന മാറ്റാത്തത്. ധർമ്മേന്ദ്ര പ്രധാൻ BJPയുടെ മണിമാനാണ്. മനസ്സിലായി? പണം ഉണ്ടാക്കുന്ന ഒരാളാണ്. അതല്ല, അതിന്റെ ഡീറ്റെയിൽസ് വേറെ ഉണ്ട് ഒരുപാട്. അപ്പൊ അത്തരത്തിലുള്ള ആളാണ്. അപ്പൊ അയാളെ മാറ്റി അങ്ങോട്ട് എന്തായാലും റീഷഫിളിന് വേണ്ടി തന്നെയാണ്. നിങ്ങൾ കഴിഞ്ഞ തവണ ആകെ ഇതിനു മുമ്പ് BJP ഇത്തരത്തിൽ അടിപതറിയത് കർഷക സമരത്തിലാണ്. കർഷക സമരത്തിൽ 700ഓളം പേർ കൊല്ലപ്പെട്ടതിന് ശേഷമാണ്. ഇവിടെ ഈ 22ഓളം വരുന്ന കുട്ടികൾ ഈ പറയുന്ന നീറ്റ് പരീക്ഷ എഴുതി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യാതെ അവരുടെ മാനസിക അസ്വസ്ഥ ഉണ്ടായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ഇപ്പൊ എറണാകുളം നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരു കുട്ടിയുണ്ട് ആത്മഹത്യ ചെയ്ത്. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് രക്ഷപ്പെട്ടൊരു കുട്ടിയുണ്ട്. ഒരു ഡ്രൈവർ ചാടി രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന മാഞ്ഞാലി എന്നൊരു കുട്ടിയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി കുട്ടികളില്ലേ, അവരുടെയൊക്കെ കുടുംബങ്ങളുടെ മറ്റേ വേദനകളില്ലേ, ആ വേദനകളൊക്കെ നിങ്ങളൊക്കെ എന്ത് ചെയ്തു? നിസ്സാരമായിട്ട് ഇത് ചെയ്തു. ഇനി അതെല്ലാം പോട്ടെ, എന്നിട്ട് ഒരു പുതിയതായിട്ട് ചെയ്തേക്കണ എന്താ? ഇപ്പൊ കാർഷിക വകുപ്പിലിരുന്ന വേറൊരു കള്ളനായിട്ടുള്ള IAS കാരൻ സെക്രട്ടറി, വലിയ ആരോപണമുള്ള ഒരാള്, അയാളെ കൊണ്ടുവന്ന് ഇപ്പൊ പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് നിയമിച്ചേക്കണാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് ഗവൺമെന്റ് അങ്ങോട്ട് വിചാരിച്ചു കളയരുത്. ഗവൺമെന്റിന് നരേന്ദ്രമോദിക്കും BJPക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു, അടുത്ത 30 കൊല്ലത്തേക്ക് ഞങ്ങൾ ഭരിക്കും, ഞങ്ങളെ എതിരിടാൻ ആരുമില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയൊന്നും നിൽക്കുന്ന ഒരു കാര്യമില്ല. സ്റ്റേബിളായി കൃത്യമായിട്ട് ഇതിങ്ങനെ തന്നെ എക്കാലത്ത് നിൽക്കുമെന്നൊന്നും നമ്മൾ വിചാരിച്ചു കളയരുത്. അല്ല, പലതവണ ഇതിനിടയിൽ മോദി ഇമേജിന് ഒരുപാട് തവണ ഇടിവ് വന്നിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് കയറി വന്നതേ ഉള്ളൂ. അതായത് ഇടിവ് സംഭവിക്കാത്ത ഒരു പ്രധാനമന്ത്രി ഒന്നുമല്ല മോദി. മോദിക്ക് അത് ഓർമ്മ വേണ്ടത് അത്യാവശ്യമല്ലേ? അല്ല, മോദിക്ക് ഇടിവ് യഥാർത്ഥത്തില് 2014 നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വന്നതിന് ശേഷം വലിയ ഇടിവൊന്നും വന്നിട്ടില്ല. ഇടിവ് വന്നത് എപ്പോഴാന്ന് വെച്ചാൽ 10 കൊല്ലം കഴിഞ്ഞ് 2024 ഇടിവ് വന്നത്. 2024 ഇടിവ് വന്നത് ഇലക്ട്രൽ ബോണ്ട് വഴി വലിയ കൊള്ളകളുടെ കൊള്ള നടത്തി എന്ന് പറയുന്ന ആരോപണം വന്നു. കൂടാതെ സുപ്രീം കോടതി അടക്കം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും വരുതിയിലാക്കി എന്ന് പറയുന്ന ഒരു തോന്നൽ വന്നു. അതുപോലെ മീഡിയകൾ തന്റെ വരുതിയിലാണ് എന്ന് പറയുന്ന തോന്നൽ വന്നു. കാരണം മീഡിയകളൊന്നും ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കൊന്നും ഇനി എല്ലാം കൈപ്പിടിയിൽ ഒതുക്കി ഇനി വേറൊന്നും ഉണ്ടാവില്ല എന്ന് മോദി വിചാരിക്കും. എല്ലാ ഏകാധിപതികൾക്കും എല്ലാ അർദ്ധ ഫാസിസ്റ്റ് ഗവൺമെന്റുകൾക്കും ഒക്കെ പറ്റുന്ന ഒരു പരിപാടിയാണിത്. കുറെ കഴിയുമ്പോൾ അവർക്ക് തോന്നും ഇനി ഞാൻ രാജാവാണ്, എനിക്കെതിരെ ആരും ഒന്നും പറയില്ല. ആ സാഹചര്യങ്ങളിലെല്ലാം പ്രക്ഷോഭം ഉണ്ടായി. പിന്നെ 2024 നിങ്ങൾ അറിയേണ്ടത് 60 സീറ്റ് പുള്ളിക്ക് കുറവ് വന്നു. കുറവ് വന്നതിന് ശേഷം പുള്ളി എന്ന് വെച്ചാൽ ചില സംസ്ഥാനങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് ഇത് റീഗെയിൻ ചെയ്തു. പക്ഷേ മോദി ബ്രാൻഡിന് ഇടിവ് പറ്റിയെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ മോദി ബ്രാൻഡിന് ഇടിവ് പറ്റിയത് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു? മോദി ബ്രാൻഡിന് വലിയ വൻതോതിലുള്ള ഇടിവായി മാറിയിട്ടുണ്ട്. കാരണം എന്താ? നേരത്തെ ഉണ്ടായിരുന്നത് ഒരു എഫിഷ്യന്റ് ആയ ഒരാളാണ്, ഭരണാധികാരിയാണ്, വിചാരിച്ചാൽ കഴിയുന്ന ഒരാളാണെന്നാണ്. അങ്ങനെയല്ലാതെ ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായി. 152 തവണയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നേക്കണേ. 152 തവണ. ഒരു തവണയല്ല, 7.5 കോടി കുട്ടികളെ ബാധിക്കുന്ന 152 തവണ. എന്തെങ്കിലും മറുപടി ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ ഇന്ത്യ ലോകത്തെവിടെയും രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു ചെയ്തതുപോലെ ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് റോള് കൊടുത്ത് പാക്കേജ്, പ്രതിപക്ഷ നേതൃസ്ഥാനം ഇല്ലായിരുന്ന പോലും പാക്കേജ് പ്രതിപക്ഷ നേതാവായി തന്നെ കണ്ട് അവർ പറയുന്നതൊക്കെ കേട്ട് വിമർശനങ്ങളൊക്കെ കൂടി സ്വീകരിച്ച് ഭരിച്ചു പോവുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ കാലം ഭരിക്കാം. അതല്ല, ഞാനിതെല്ലാം കയ്യിൽ ഒതുക്കിയിരിക്കുന്നു, ഇനിയിപ്പന്മാരൊക്കെ പോകില്ലേ എന്ന് പറഞ്ഞ് ഭരിക്കാൻ തന്നെയാണെങ്കിൽ വേറെ കലാപങ്ങൾ ഉണ്ടാവും. നിങ്ങൾ അറിയേണ്ടത് യഥാർത്ഥത്തിൽ ഇപ്പൊ 2022 ശ്രീലങ്കയിൽ കണ്ടത് എന്താണ്? മനസ്സിലായി? 2024 ബംഗ്ലാദേശിൽ കണ്ടത് എന്താണ്? 2025 നേപ്പാളിൽ കണ്ടത് എന്താണ്? എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങൾ ഈ പറയുന്ന പ്രതിപക്ഷം അവിടെ പ്രോപ്പറായിട്ട് അവരുടെ ജോലി ചെയ്തില്ല, പ്രതിപക്ഷവും കൂടി ഇതിനോട് കൂട്ടുനിന്ന് മോഷണമാണെങ്കിൽ ഇതുപോലെ എതിർക്കാൻ എപ്പോഴെങ്കിലും ഒരു ശക്തി ഉയർന്ന് വരും.
ആ വരുമെന്നുള്ളത് എല്ലാ ഭരണാധികാരികളും മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നെഹ്റു ഒക്കെ ചെയ്തതുപോലെ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച് ഡോൺ സ്പെയർ മൈ ശങ്കർ എന്ന് പറയുന്ന പോലെ ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിച്ചുകൊണ്ട്, വിമർശനങ്ങളോട് സഹിഷ്ണുത കാണിച്ചുകൊണ്ട്, അവരോട് ഡയലോഗ്സ് ഉണ്ടായിക്കൊണ്ട്, അവർ പറയുന്നതിൽ ചില ശരികളുണ്ടെങ്കിൽ അത് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. പോയില്ലെങ്കിൽ ഇതുപോലെ തന്നെ സംഭവിക്കും. ഇപ്പൊ നേരത്തെ ഞാനിത് പലപ്പോഴും നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് അറിയുമ്പോൾ അങ്ങനെയല്ല, ഒരു 30 കൊല്ലം 35 കൊല്ലം 50 കൊല്ലത്തേക്ക് ഇനി ഉറപ്പായിട്ടും ആര് ഭരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. BJP ഭരിക്കും. തോന്നലായിരുന്നു. ഈ 240 സീറ്റായി തന്നെ കുറയുമെന്നുള്ളത് ആരെങ്കിലും പ്രതീക്ഷിച്ചോ 2024? ഞാൻ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, പക്ഷെ വേറെ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഇല്ല, മഹാഭൂരിപക്ഷം പേര് പ്രതീക്ഷിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒന്നും രണ്ടായി ഇങ്ങനെ തന്നെ നിൽക്കുമെന്നും നമ്മൾ വിചാരിച്ച് മതത്തിന്റെ കാര്യത്തിലൊക്കെ ചില ആളുകൾ പറയും, അതായത് മുസ്ലിം സമുദായം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് മതം, എന്നിട്ട് അവർ ലോകത്തിൽ നമ്പർ 1 ആവും. എങ്ങനെ നമ്പർ 1 ആവും എന്ന് പറയണം? ഒരു രാജ്യം മുഴുവൻ അതിൽ നിന്ന് ഉപേക്ഷിച്ചു പോയാലും വിശ്വാസം ഇല്ലാത്ത ആളുകളായി മാറിയ പ്രശ്നം മാറിയില്ലേ? ഇപ്പൊ ഇറാനിൽ നമ്മൾ എന്താ വേണ്ടത്? അപ്പൊ ഇതുപോലെ ആളുകളുടെ മനസ്സാണ്, അതെപ്പോ വേണമെങ്കിലും ചേഞ്ച് ആക്കാം. അതുകൊണ്ട് ഇത് ഭരണകൂടത്തിന് പറ്റിയിട്ടുള്ള ഓവർ കോൺഫിഡൻസ് ആണ്. ഇപ്പൊ അത് മാറിയിരിക്കുന്നു. ചർച്ചയാകാം എന്ന് പറയുന്നു. ഇന്നലെ കാലും കൈയും പിടിച്ചിട്ടാണ് മറ്റേ പുള്ളിയുടെ നിരാഹാരം അവസാനിപ്പിച്ചു. ആരുടെ? മറ്റേ സോനം വാങ്ചുക്കിട്ട്. കുറച്ചാൾ മുമ്പ് വരെ പുള്ളി എന്തായിരുന്നു? കുറച്ചാൾ മുമ്പ് വരെ രാജ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി നാൾ മുമ്പ് വരെ എന്ന് പറഞ്ഞാൽ അവരുടെ ആളായിരുന്നു. ഈ ധർമ്മേന്ദ്ര പ്രധാനും പുള്ളിയായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ട്. അതുപോലെ മഹാരാഷ്ട്രയിലെ എഡ്യൂക്കേഷൻ റിഫോംസ് കൗൺസിലിൽ പുള്ളി മെമ്പറായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ വെറുതെ എല്ലാം അങ്ങോട്ട് നടന്നു പോകുമെന്ന് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒരാളും വിചാരിക്കരുത്. ഇന്ത്യൻ ജനത അതിനേക്കാളൊക്കെ വലിയ കരുത്തരായിട്ടുള്ള ആളുകളാണ്. മലയാളികളും വിചാരിക്കരുത് നമ്മളാണ് ഭയങ്കര ബുദ്ധിമാരെന്നല്ല. കഴിഞ്ഞ തവണ നരേന്ദ്രമോദിക്ക് കൃത്യമായി ഒരു വാണിംഗ് കൊടുത്തത് ഉത്തരേന്ത്യയിലെ ജനങ്ങളാണ്. പാവം പിടിച്ച സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് കൃത്യമായിട്ട് ഹലോ ഒന്ന് പതുക്കെ പോയാൽ മതി എന്ന് എന്ത് ചെയ്തു? കേട്ടില്ല. ഇപ്പൊ എന്ത് ചെയ്തു? ഇപ്പൊ ഇവരെങ്ങനെ ആരായിട്ട് ചർച്ച നടത്താൻ? രാജ്യദ്രോഹികളായിട്ട് ചർച്ച ചെയ്യും. വരൂ രാജ്യദ്രോഹികളെ, കമം നമുക്ക് രണ്ടുപേർക്കും കൂടി ചർച്ച ചെയ്യാന്ന് പറയും. എന്തെങ്കിലും പറയാൻ പോണം. അപ്പൊ അത് ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞതാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഭരണാധികാരികൾക്ക് നമ്മളെക്കാളൊക്കെ ബുദ്ധിയുണ്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഈ അധികാരത്തിന്റെ മറ്റേ പ്രബദ്ധത കൊണ്ടിട്ട് ചിലപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും? മനസ്സിലാക്കാനുള്ള ബോധമില്ലാതെ പോകും. അതുകൊണ്ടാണ് ഇപ്പൊ സംഭവിച്ചേക്കുന്നത്. എന്താണെങ്കിലും ഇപ്പൊ ബോധത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ ഇത്രയും നാൾ ഇതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാതെ പ്രധാനമന്ത്രി വന്നിട്ട് പറയുന്നു എന്ന്. നമ്മള് മറ്റേ യുവാക്കൾ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? ചർച്ച ചെയ്യണേ. പിന്നെ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ഇവർ എത്രയും പെട്ടെന്ന് നമ്മൾ ശിക്ഷിക്കുമെന്നാണ്.